പാപിയോടൊപ്പം ചേർന്നാൽ പരമശിവനും പാപിയായി മാറും എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന ആരും മറന്നിട്ടുണ്ട്. വോട്ടെടുപ്പ് ദിവസം, പാർലമെന്റ് വോട്ടെടുപ്പ് ദിവസം ഇ.പി. ജയരാജൻ നടത്തിയ വെളിപ്പെടുത്തൽ, ജാവേദ്കർ ഇ.പി. ജയരാജന്റെ വീട്ടിൽ ചെന്ന് അവർ തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച ശരിയായിരുന്നു എന്ന് വോട്ടെടുപ്പ് ദിവസം വെളിപ്പെടുത്തിയപ്പോഴാണ് ഈ പാപി പരാമർശം മുഖ്യമന്ത്രി നടത്തിയത്. ചില സന്ദർഭങ്ങളിൽ നടത്തുന്ന ഇത്തരം പരാമർശങ്ങൾ അറം പറ്റാറുണ്ട്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി നടത്തുന്ന പല പരാമർശങ്ങളും വളരെ ശ്രദ്ധേയമാണ്. ഈ അധ്യാപക ദിനത്തിൽ പ്രൊഫസർ എം.എൻ. വിജയന്റെ ശിഷ്യനായതുകൊണ്ടാവാം പലപ്പോഴും വളരെ ഭാഷാ പ്രാവീണ്യം കാണിക്കുന്ന തരത്തിൽ പല പ്രയോഗങ്ങളും പിണറായി വിജയൻ നടത്താറുണ്ട്. എം.എൻ. വിജയന്റെ ശിഷ്യനാണെന്ന് പറയത്തക്ക തരത്തിലുള്ള ചില പ്രയോഗങ്ങൾ ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഈ പറഞ്ഞ പാപിയോടൊപ്പം ശിവൻ നടന്നാൽ ശിവനും പാപിയായി മാറും എന്നത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ, ഒരു ജാഗ്രതക്കുറവ് ഇ.പി. ജയരാജൻ ഉണ്ടായി എന്ന് പറയുകയും മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയും ചെയ്ത മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും എതിരെ അതേ നാണയത്തിൽ മറുപടി നൽകുകയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. കാരണം RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയയുമായി ഒരു കൂടിക്കാഴ്ച ADGP MR അജിത് കുമാർ നടത്തിയെന്നും അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്നും അതിൻ്റെ ഫലമായിട്ടാണ് പൂരം അട്ടിമറിക്കപ്പെട്ടതെന്നും പൂരത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് BJPയുടെ വിജയത്തിന് വഴിയൊരുക്കിയതെന്നുമാണ് ആരോപണം. ഈ ആരോപണം ഉന്നയിക്കുന്നത് നിസ്സാരക്കാരല്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന K. മുരളീധരനും LDF സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽകുമാറും ഒക്കെ തന്നെ പ്രത്യക്ഷമായി അല്ലെങ്കിലും ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. കാരണം സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് അട്ടിമറിയാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിന് വഴിവെച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അതേക്കുറിച്ച് നടന്ന അന്വേഷണ റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്നാണ് സുനിൽകുമാർ, CPI നേതാവ്, സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽകുമാർ ചോദിക്കുന്നത്. ഒരു പടി കൂടി കടത്തി ആ ഗൂഢാലോചനയുടെ ഫലമാണ് സുരേഷ് ഗോപിയുടെ വിജയമെന്ന് തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി K. മുരളീധരൻ പറയുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ BD സതീശൻ കൃത്യമായി ADGP MR അജിത് കുമാർ എവിടെ വെച്ച് എപ്പോൾ ഈ RSS ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി, അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു, അത് ഒരു രഹസ്യ കൂടിക്കാഴ്ചയായിരുന്നു. അപ്പോൾ BJPയുമായും RSSുമായും BJPക്ക് അക്കൗണ്ട് തുറക്കാനുള്ള ഒരു ധാരണ LDF ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ ആത്യന്തിക ഫലമാണ് സുരേഷ് ഗോപിയുടെ വിജയം. ഇത്തരത്തിലാണ് VD സതീശൻ ആരോപണം ഉന്നയിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഈ ആരോപണം തള്ളിക്കളയാനോ നിഷേധിക്കാനോ ഒരു പത്രക്കുറിപ്പ് ഇറക്കാനോ ആഭ്യന്തര വകുപ്പോ മുഖ്യമന്ത്രിയോ തയ്യാറായിട്ടില്ല. അപ്പോൾ ഈ മൗനം എന്താണ് മൗനം സൂചിപ്പിക്കുന്നത്? ഇതുപോലെ തന്നെ മറ്റൊരു പരാമർശം ഉണ്ടായത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ട EP പ്രായമായില്ലേ, അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചു, അപ്പോൾ പിണറായി വിജയനോ മുഖ്യമന്ത്രിക്ക് EP-യേക്കാൾ പ്രായമില്ലേ, പിന്നെ അദ്ദേഹം മത്സരിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മഹാനല്ലേ, അദ്ദേഹത്തിന് ഉള്ള സിദ്ധികൾ അത് പറഞ്ഞറിയിക്കാനാവില്ല, അദ്ദേഹത്തോടൊപ്പം ഒന്ന് നിൽക്കാൻ കഴിയുന്നത് തന്നെ വലിയ ഭാഗ്യമാണ് എന്നായിരുന്നു EP-യുടെ അന്നത്തെ പ്രതികരണം. യഥാർത്ഥത്തിൽ ഒരു മുനവെച്ച പ്രയോഗമായിരുന്നു EP അന്ന് നടത്തിയത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ സംഭവവികാസങ്ങൾ. എന്തായാലും ഈ പാപിയോടൊപ്പം നടന്നാൽ ശിവനും പാപിയായി മാറും എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയാണോ പാപി? ADGP MR അജിത് കുമാറാണോ പാപി? അൻവർ MLA ആണോ പാപി? ആരോടൊപ്പം സഹകരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നത്? സംശയത്തിൻ്റെ നിഴലിൽ പാർട്ടിയും സർക്കാരും ആഭ്യന്തര വകുപ്പുമെല്ലാം അകപ്പെടുന്നത്.